ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പു തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് നമ്മുടെ പൂജ തയ്യാറായില്ല. അപ്പച്ചി മരിച്ചു പോയെന്ന് പറഞ്ഞതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല, ഇതെല്ലാം അച്ഛൻ ചെയ്തതാണെന്നുള്ള കാര്യം ആവർത്തിച്ച് നമ്മുടെ അപ്പു പറഞ്ഞു. അച്ഛൻ ചെയ്ത തെറ്റിന് ഞാൻ എന്ത് പഴിച്ചു പൂജ എന്ന് ചോദിച്ചു. അച്ഛനായാലും ശരി മകനായാലും ശരി, നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ നേട്ടം മാത്രമായിരുന്നു പ്രധാനമെന്നും മറ്റുള്ളവരെങ്ങനെ വിഷമിച്ചാലും ഒന്നുമില്ല എന്ന് പൂജ പറയാം. നിങ്ങളെല്ലാവരും സ്വാർത്ഥരാണ്, വെറും സ്വാർത്ഥർ. നിങ്ങളുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഈ ശ്രമങ്ങളെ നിങ്ങൾ എങ്ങനെയാ ന്യായീകരിക്കാൻ പോകുന്നത് എന്ന് പൂജ ചോദിക്കുവാണ്. നിങ്ങൾ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും നിങ്ങൾ ചെയ്ത തെറ്റിന് മാപ്പില്ലെന്നും പറഞ്ഞു. പൂജ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണമെന്നില്ല, നിങ്ങളോട് എനിക്കിനി ഒന്നും സംസാരിക്കാനും ഇല്ല എന്നും പറഞ്ഞ് നമ്മുടെ പൂജ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അങ്ങനെ പൂജ പോകുന്നത് നിസ്സഹായതയോടുകൂടി നമ്മുടെ അപ്പു നോക്കി നിൽക്കുന്നു. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുമിത്രയെയും അതുപോലെ തന്നെ സരസ്വതി അമ്മയുമാണ്. അപ്പൊ സുമിത്ര നിന്ന് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇന്നെന്താ ഇവിടെ വല്ല വിശേഷമുണ്ടോ സുമിത്രേ? അല്ല, നീ പായസം ഉണ്ടാക്കുന്നത് കൊണ്ട് ചോദിച്ചതാണെന്ന് സരസ്വതി അമ്മ എന്നേരം പറഞ്ഞു. അപ്പൊ സിദ്ധാർത്ഥന് വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു നമ്മുടെ സുമിത്ര. സിദ്ധാർത്ഥന്റെ മെഡിസിൻസ് ഒക്കെ ഏകദേശം തീർന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പാൽപ്പായസം ആണല്ലോ ഉണ്ടാക്കുന്നത്, സിദ്ധാർത്ഥന് പ്രിയവും അത് തന്നെയാണല്ലോ, അപ്പൊ പാൽപ്പായസം തന്നെയാണെന്ന് സുമിത്രയും പറഞ്ഞു. അങ്ങനെ സുമിത്ര അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിദ്ധു അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. പായസത്തിന് മണം അടിച്ചു വന്നതാണോടാ എന്ന് അമ്മ ചോദിച്ചപ്പം അതെന്ന് സിദ്ധുവും പറഞ്ഞു. നിനക്ക് വേണ്ടി സുമിത്ര ഉണ്ടാക്കിയതാ പാൽപ്പായസം. അപ്പൊ സുമിത്ര ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. സിദ്ധുവിന് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പൊ നീ എന്താടാ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചു അമ്മ. നീ എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്? അപ്പൊ സിദ്ധു ഇങ്ങനെ നോക്കുക. അപ്പൊ ഒന്നുമില്ല അമ്മേ, ഞാൻ പഴയ കാലങ്ങളൊന്നും ഓർത്തു പോയതാണെന്ന് സിദ്ധു പറയുകയാണ്. സുമിത്ര ഒന്നും മൈൻഡേ ചെയ്യുന്നില്ല കേട്ടോ. നമ്മുടെ വിശേഷ ദിവസങ്ങളിൽ സുമിത്ര ഉണ്ടാക്കുന്ന സദ്യ, അതൊക്കെ ഞാനൊന്ന് ഓർത്തു പോയതാണെന്ന് പറഞ്ഞു. സുമിത്രേ, സ്നേഹവും സന്തോഷവും നീ എനിക്ക് തന്നു, എന്നിട്ടും ഞാൻ നിന്നെ ചതിച്ചു. ജീവിതത്തിൽ നിന്നും നിന്നെ ഞാൻ ഒഴിവാക്കി. അതിനൊക്കെ ഒരുപാട് തിരിച്ചടികളും എനിക്ക് കിട്ടി. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ പോലെ ഒരു നന്മമരം ഞാൻ മുറിച്ചു മാറ്റുമായിരുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടോടാ നിനക്കിപ്പോ ഒന്ന് സരസ്വതിയമ്മ ചോദിക്കുക കേട്ടോ. അപ്പൊ ഉണ്ടമ്മേ, അത് മാത്രമേ ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഉള്ളെന്ന് സിദ്ധു പറഞ്ഞു. അപ്പോൾ അതിന്റെ ആവശ്യമൊന്നും ഇല്ല സിദ്ധാർത്ഥെന്ന് ഇത് കേട്ടപ്പോൾ സുമിത്ര പറയുക കേട്ടോ. അങ്ങനത്തെ നമ്മുടെ സുമിത്ര ഇതുണ്ടാക്കി ഗ്ലാസ്സിലാക്കി കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ഭാവിയെ പറ്റിയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അത് സന്തോഷകരമാക്കാൻ എന്ത് വേണമെന്ന് നിങ്ങൾ ആലോചിക്കാൻ പറഞ്ഞു സുമിത്ര. വെറുതെ എന്തിനാ എന്നെക്കുറിച്ചും പോയ കാലങ്ങളെക്കുറിച്ചും ഓർത്ത് വെറുതെ സമയം കളയുന്നതെന്ന് സുമിത്ര ഇങ്ങനെ പറയണേ. ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് കുതിച്ചു കയറാനായിട്ട് നോക്കാൻ പറഞ്ഞു. എന്താ എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് പായസവും കൊടുത്തു. പായസം കൊടുത്തിട്ട് സുമിത്ര അങ്ങ് പോയി. അതും പറഞ്ഞ് സുമിത്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും, കണ്ടോ അമ്മേ, അമ്മ കണ്ടോ, ഞാനിവിടെ വന്ന് കയറിയപ്പോഴുള്ള ആ ഒരു സുമിത്രയല്ല ഇപ്പൊ എൻ്റെ മുന്നിൽ നിന്ന് പോയത്, അമ്മ കണ്ടില്ലേ എന്ന് ചോദിച്ചു. അവൾ എന്നോട് ക്ഷമിച്ചു, അവൾക്കിപ്പോൾ എന്നോട് ഒരു ദേഷ്യവും ഇല്ല, അവൾക്ക് എൻ്റെ തെറ്റുകൾ പൊറുക്കാനും കഴിഞ്ഞു. ഇല്ലടാ, അതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രമാ സിദ്ധു. സുമിത്രയെ നിനക്ക് അറിയാഞ്ഞിട്ടാണെന്ന് സരസ്വതിയമ്മ എന്നേരം പറയുക. നീ അവളോട് ചെയ്തതൊക്കെ അവളുടെ മനസ്സിൽ നല്ല പോലെ ഉണ്ട്. പിന്നെ അവള് നിന്നോട് ക്ഷമിച്ചിട്ടൊന്നുമില്ല എന്നൊന്നും നീ പ്രതീക്ഷിക്കണ്ട. ഇല്ലമ്മേ, അവൾ എന്നോട് ക്ഷമിച്ചു, സത്യമായിട്ടും. അവളുടെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടാൽ തന്നെ അറിയില്ലേ എന്ന് സിദ്ധു. എനിക്ക് ഉറപ്പാ അമ്മേ, ഇന്നല്ലെങ്കിൽ നാളെ സുമിത്ര അവളുടെ ജീവിതത്തിലേക്ക് എന്നെ ക്ഷണിക്കുമെന്ന്. അപ്പൊ എനിക്ക് അതിനെപ്പറ്റിയൊന്നും യാതൊരു ഉറപ്പുമില്ല മോനെ, നടക്കുന്ന വല്ല സ്വപ്നവും ഒക്കെ കാണടാ മോനെ എന്ന് അമ്മ പറയാണ്. അത് കേട്ടപ്പോൾ അമ്മ കണ്ടോളാൻ മകനും പറഞ്ഞു. പിന്നെ ഒക്കെ പോട്ടെ, നീ പായസം കുടിക്ക, അവളിൽ നിന്നും നീ ഇത്രയ്ക്കൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് സരസ്വതിയമ്മ. ഒരു ഗ്ലാസ് പാൽ പായസം, വേറൊന്നും നീ പ്രതീക്ഷിക്കണ്ടെന്നും പറഞ്ഞ് സരസ്വതിയമ്മ അവിടെ നിന്ന് അങ്ങ് പോയി. സിദ്ധു എന്നിട്ട് അവിടെ ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു വിഷമത്തോടെ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സച്ചിൻ നമ്മുടെ ശീതലിനെ വിളിക്കുക. ശീതലിന്റെ ഫോണിലേക്ക് കോള് വന്നു. കോൾ എടുക്കാൻ ശീതൽ കൂട്ടാക്കുന്നില്ല. അപ്പോഴേക്കും സരസ്വതിയമ്മ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നീ എന്താ ഫോൺ എടുക്കാത്തത്? സച്ചിനാണല്ലോ വിളിക്കുന്നത്, ഫോൺ എടുക്കാൻ പറഞ്ഞു. ഞാൻ ഫോൺ എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അച്ചമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. നിന്റെ അമ്മയെ പേടിച്ചിട്ട്, അല്ലാണ്ട് ഇപ്പം അതിനെന്താ പറയേണ്ടതെന്ന് ചോദിക്കുവാണ് സരസ്വതിയമ്മ. അങ്ങനെ വിളിച്ച് കട്ടായി. നീ അവനെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിക്കില്ല എന്ന് ശീതളും പറഞ്ഞു. വീണ്ടും അവൻ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇത് അവൻ തന്നെയാണോ ഈ വിളിക്കുന്നേ എന്ന് ചോദിച്ച് സരസ്വതിയമ്മ ഫോൺ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ സുമിത്ര ഓടി അങ്ങോട്ടേക്ക് വന്ന ഫോൺ തട്ടിപ്പറിച്ചങ്ങ് മേടിച്ചു. ഇങ്ങനെ തുറച്ച് നോക്കുക. ഈ സമയത്ത് ശീതളിനാകെ പേടിയായി.
സച്ചിനുമായി തൽക്കാലം ഒരു ബന്ധവും വേണ്ടെന്ന് ഞാൻ ഇവളോട് പറഞ്ഞതാണെന്ന് സുമിത്ര പറഞ്ഞു. ആ അമ്മയായിട്ട് പുതിയ ബന്ധങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ നിനക്ക് എന്തിന്റെ തകരാറാടി സുമിത്രേ? നീ എന്തിനാ ഈ പാവത്തിന്റെ ഭാവി നശിപ്പിക്കുന്നത്? ഇവളുടെ ഭാവി നശിപ്പിക്കാനല്ല, ഇവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കാനാ ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ മണ്ണാക്കാട്ട. അവര് തമ്മിൽ ഫോണിലൊന്നും സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇവർക്കിടയിലുള്ളൂ. നീ അതിനും സമ്മതിക്കലെന്ന് വെച്ചാ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങുന്നത് പുതിയ കാര്യമൊന്നുമല്ല കേട്ടോ. പിന്നെ എല്ലാവരും അത് ഡിവോഴ്സിൽ കൊണ്ടുവന്ന് എത്തിക്കാറുമില്ല. രണ്ടുപേരും പിരിയണമെന്ന് നിനക്കെന്തത്ര നിർബന്ധം എന്ന് സരസ്വതിയമ്മ ചോദിച്ചപ്പോൾ ഇവരെ പിരിക്കാനല്ല, ഇവരെ ചേർക്കാൻ തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് സുമിത്ര പറഞ്ഞു. അതിന് കീഴടങ്ങിയെന്ന് തോന്നരുത്. അതിനാണ് തൽക്കാലം വിട്ടു നിൽക്കാൻ ഞാൻ ഇവളോട് പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമല്ല. ഈ വിഷയം ഞാൻ കൈകാര്യം ചെയ്തോളാം, അമ്മ ഇതിൽ ഇടപെടാൻ വരണ്ട, അതിന്റെ ആവശ്യമില്ല. പറഞ്ഞത് മനസ്സിലായില്ലെന്ന് ചോദിച്ചു. അങ്ങനെ സുമിത്രയും സരസ്വതി അമ്മയും കൂടെ നിങ്ങൾ വഴക്കുണ്ടാക്കിയപ്പം ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തൊരു ശല്യമാണ്, എനിക്ക് ഇത്തിരി സമാധാനം തരുവോ എന്ന് ശീതള് ഇവരോട് ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അത് സത്യമായ കാര്യം തന്നെയാ എന്ന് കരുതി എന്നും അതെടുത്ത് ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കണോ എന്ന് ശീതള് സരസ്വതിയമ്മയുടെ മുന്നിൽ വെച്ച് സുമിത്രയോട് ചോദിക്കുവാണ്. എന്റെ സമാധാനം കളയാനായിട്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അമ്മയൊന്ന് പോയി തരുമോ എന്നൊക്കെ ശീതള് ചോദിച്ചപ്പം മോളെ അമ്മയൊന്ന് പോ അമ്മേ, ഇത്തിരി സമാധാനം താ എനിക്കെന്നും പറഞ്ഞുകൊണ്ട് ശീതൾ ഇങ്ങനെ സുമിത്രയോട് വഴക്കുണ്ടാക്കുവാണ്. ഇതൊക്കെ കേട്ട് സരസ്വതിയമ്മ സന്തോഷത്തോടെ നിൽക്കുന്നു. സരസ്വതിയമ്മയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ട് സുമിത്ര അവിടെ നിന്ന് അങ്ങ് പോയി. സുമിത്ര പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശീതൾ ഓടി വന്ന് മുറിയിൽ കയറി വാതിലടച്ചു കഴിഞ്ഞപ്പോഴത്തേനും സരസ്വതി അമ്മയെ എടുത്തിട്ട് പൊതിക്കുവാണ് ഈ ശീതള്. മേലിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുമെന്നും പറഞ്ഞു, മിണ്ടി പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സമയത്ത് ഫോൺ സരസ്വതി അമ്മയുടെ കയ്യിലാണ്. തട്ടിപ്പറിച്ചിങ്ങ് മേടിച്ചു. എന്നിട്ട് അവൻ്റെ ഒരു ഫോൺ എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോഴേക്കും സരസ്വതി അമ്മ ഇങ്ങനെ അന്താളിച്ച് നോക്കുക. പുറത്ത് വെച്ച് അമ്മയെ തെറി വിളിക്കുന്നു, പിന്നെ അകത്ത് വന്ന് എന്നെ വിളിക്കുന്നു. ഇവൾക്കെന്താ ഭ്രാന്തായോ എന്നൊക്കെ സരസ്വതി അമ്മ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നേ. അപ്പൊ ശീതളിന്റെ മനസ്സിൽ എന്താണെന്ന് സരസ്വതി അമ്മയ്ക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഈ സമയത്ത് സച്ചിനോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചിത്രയാണ്. ചിത്ര ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുന്നു. അപ്പോഴേക്കും ദീപു അങ്ങോട്ടേക്ക് വന്നു. ആ സമയം അമ്മയും മകനും കൂടെ അവിടെ നിന്ന് സംസാരിക്കുമായിരുന്നു. ഒരു നാൾ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വരുമെന്നറിയാം, അതുകൊണ്ടായിരിക്കാം എന്നെ വിവാഹത്തിന് നിർബന്ധിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അവിടെ നിന്ന് നമ്മുടെ മകൻ. സത്യം അറിഞ്ഞാൽ, നിങ്ങളുടെ കള്ളത്തരം പുറത്തറിഞ്ഞാൽ സുമിത്രാപ്പച്ചിയും പൂജയും നിങ്ങൾ മാത്രമല്ല ഞങ്ങളെയും വെറുക്കുമെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നല്ലേ? ചിത്ര ഒന്നും മിണ്ടുന്നില്ല. പൂജ എന്നിൽ നിന്ന് അകലുമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. അതറിയാവുന്നത് കൊണ്ടല്ലേ എനിക്ക് വേറെ വിവാഹം നിങ്ങൾ ആലോചിച്ചതെന്നൊക്കെ ചോദിക്കും. അതല്ല, ഇനി അതിന്റെ പിന്നിൽ വേറെന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്ന് ചിത്ര കയറി ചോദിച്ചു. പൂജയെ ഒഴിവാക്കി ഇവനെ കൊണ്ട് വേറെ വിവാഹത്തിന് സമ്മതിപ്പിച്ചാൽ കാശ് തരാമെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഞെട്ടി. ചിത്രേ, അല്ല, നിങ്ങൾക്ക് കാശാണല്ലോ മുഖ്യം, അതിനുവേണ്ടി നിങ്ങൾ എന്തും ചെയ്യുമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് ചിത്ര പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ചിത്രേ, അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. നടക്കാൻ പാടില്ലാത്ത പലതും നടന്നു, സത്യമാണ്. സാഹചര്യം എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതാ, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞ് ഇവരങ്ങനെ ഇരിക്കും കേട്ടോ. ദേ, എന്റെ ചേച്ചി വരെ എൻ്റെ അടുത്ത് ക്ഷമിച്ചു, പിന്നെ നിങ്ങൾക്ക് ക്ഷമിച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പം ആര് പറഞ്ഞു നിങ്ങളോട് ചേച്ചി ക്ഷമിച്ചെന്ന്? ആ മനസ്സ് വല്ലാണ്ട് കിടന്ന് നീറുന്നുണ്ട്. ചേച്ചിക്ക് ജീവനായിരുന്നില്ലേ നിങ്ങളെ? അനിയനെ പോലെയല്ല, മോനെ പോലെയല്ലേ അവര് നിങ്ങളെ കണ്ടത്? എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ അവരുടെ നെഞ്ചിൽ പിച്ചാത്തി കുത്തി ഇറക്കിയില്ലേന്ന് ചോദിച്ചു. എന്നിട്ടും ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രമാണ് ചേച്ചി പറയുന്നത്. നിങ്ങളെപ്പറ്റി മോശമായൊന്നും ആ സ്ത്രീ പറഞ്ഞിട്ടില്ല. കൂടെ നിൽക്കണം, വിട്ടു പോകരുതെന്നാണ് എന്നോട് പറയുന്നത്. നിങ്ങളോടുള്ള സ്നേഹത്തില് ഇപ്പോഴും കോട്ടം തട്ടിയിട്ടില്ലെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ്, പിന്നെ എന്നാലും ആ മനസ്സ് എത്രത്തോളം നീറുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇക്കാര്യത്തിലെ ചേച്ചി ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കാൻ പോകുന്നില്ല, 100% ഉറപ്പാണെന്ന് പറഞ്ഞു. പിന്നെ ചെയ്തതൊക്കെ മറന്നാൽ എല്ലാവരും നിങ്ങളെ തോളിലേറ്റി നടക്കണം, അതല്ലേ നിങ്ങൾ പറയുന്നതെന്ന് അപ്പു. നിങ്ങൾ കാരണം ഇവിടെ പലർക്കും പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ തിരികെ തരാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റുമോ? എന്നോടിപ്പോ അവൾക്ക് എത്രത്തോളം വെറുപ്പുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? അപ്പൊ ഞാൻ കാരണമാണോ നിനക്ക് അവളെ നഷ്ടപ്പെട്ടത്? ഞാൻ കാരണമല്ല, അല്ലേലും നിനക്ക് അവളെ കിട്ടാനൊന്നും പോകുന്നില്ലെന്ന് ദീപു പറയുവാണേ. അപ്പൊ അത് കേട്ടപ്പോ ഇവരിങ്ങനെ നോക്കുക. അവള് പങ്കജിന്റെ പെണ്ണാ, നിന്റെ പെണ്ണ അല്ലടാ എന്ന് പറഞ്ഞപ്പോ, അല്ല, അവൾക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്ന് അപ്പു അന്നേരം പറഞ്ഞു. നിങ്ങൾ കാരണമാണ് എന്നിൽ നിന്ന് അവൾ അകന്നു പോയത്, നിങ്ങൾ ഒറ്റ ഒരാൾ കാരണം, നിങ്ങളാ ഇതിനൊക്കെ കാരണക്കാരൻ എന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ ഇനി എത്ര ക്ഷമ ചോദിച്ചാലും എത്രയൊക്കെ തൊഴുതാലും ഞങ്ങളുടെ മനസ്സ് അലിയില്ലെന്ന് ചിത്ര തറപ്പിച്ചു പറഞ്ഞു. ചിരിച്ചു കാണിക്കുന്ന ശത്രുവിനെ പോലെ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല.
കാശിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും, വേണമെങ്കിൽ എന്നെ വിൽക്കും നിങ്ങളെന്ന് പറഞ്ഞപ്പോൾ ചിത്രേ എന്ന് പറഞ്ഞു വിളിച്ചു. നിങ്ങളുടെ ലാഭത്തിനായി ജീവിച്ചിരിക്കുന്ന ചേച്ചി മരിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാം, നിങ്ങൾ ചെയ്യും. നിങ്ങൾ ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടരുതെന്ന് അപ്പു അന്നേരം പറഞ്ഞു. ഇങ്ങനെ ഒരാളില്ല എന്ന് കരുതി ഞങ്ങൾ ജീവിച്ചോളാവെന്നും പറഞ്ഞു. ഞങ്ങളെ വെറുതെ വിടണമെന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് പൊട്ടിക്കറിയാ ദീപു. ഇനി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാളില്ലെന്നും പറഞ്ഞ് അവിടെ നിന്ന് അപ്പു അങ്ങ് പോയി, ചിത്ര അങ്ങ് പോയി. ദീപു എന്ത് ചെയ്യാനാ, എല്ലാം കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദീപു ഇങ്ങനെ അവിടെ ആകെ കരഞ്ഞ് നിലവിളിച്ചിരിക്കുക, ചങ്ക് തകർന്ന്. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധിനെ കേട്ടോ. അനിരുദ്ധിന്റെ അരികിലേക്ക് കൊച്ചു വന്നു. ഡാഡി, ഇന്ന് നമ്മൾ അച്ഛമ്മയുടെ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞിട്ട് എന്താ പോവാതിരുന്നേ എന്ന് കൊച്ചു ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. മോൾക്ക് ഉറക്കം വരുന്നില്ലേ, ചെന്നിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു. കൊച്ചിങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേ പെട്ടെന്ന് അനന്യ അങ്ങോട്ടേക്ക് വന്നു. ഇവർ രണ്ടുപേരും കൂടെ നിൽക്കുന്നത് കണ്ട് അനന്യ അങ്ങനെ വന്നിട്ട് ഇവരുടെ അടുത്ത് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതൊക്കെ എന്നിട്ട് മോൾക്കരികിലേക്ക് വന്നു. അപ്പൊ എന്ന് ചോദിച്ചു അനിരുദ്ധ്. ഞാനിന്ന് മോളോട് കൂടെ കിടന്നോട്ടെ എന്ന് അനന്യ അനിരുദ്ധിനോട് ചോദിക്കുക. അപ്പൊ അനിരുദ്ധ് ഇങ്ങനെ ഇഷ്ടമല്ലാത്ത രീതിയിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി. അനിരുദ്ധ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം എന്താ മമ്മി, ഡാഡിയും മമ്മിയും തമ്മിൽ പിണക്കത്തിലാണോ, നിങ്ങൾ വഴക്ക് കൂടിയോ എന്നൊക്കെ കൊച്ചു ചോദിക്കുന്നുണ്ടേ. അപ്പോൾ അത് കേട്ട് അനന്യ ഇങ്ങനെ വിഷമിച്ചിരിക്കാം. പാറ മമ്മി, എന്താ മമ്മി പറ്റിയേ, നിങ്ങൾ തമ്മിൽ എന്താ മിണ്ടാത്തത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു അനന്യ. മമ്മ ഞങ്ങളുടെ കൂടെ വരില്ലേ? ആ വരാട്ടോ, ഞങ്ങൾ വരാം, അമ്മ വരാട്ടോ, മമ്മി വരാട്ടോ എന്ന് പറഞ്ഞു. മോള് മമ്മിയുടെ മടിയിൽ കിടക്ക്, മമ്മി മോളെ ഉറക്കാവെന്ന് പറഞ്ഞു. കൊച്ചങ്ങനെ മമ്മിയുടെ മടിയിൽ കിടക്കുന്നു. കുഞ്ഞിനെ നോക്കി കരഞ്ഞുകൊണ്ട് നമ്മുടെ അനന്യ ഇരിക്കുക. കരഞ്ഞ് കുഞ്ഞുറങ്ങിപ്പോയി. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് സുമിത്രയാട്ടോ. സുമിത്ര ചിരിച്ചോണ്ട് അവിടെ നിന്ന് പച്ചക്കറി അരിയുന്നു. മകൾ അന്നേരം, അതായത് ശീതൾ ഇങ്ങനെ വന്ന് അമ്മയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഇന്നലെ രാത്രി ഞാൻ അമ്മയോട് വളരെ മോശമായി പെരുമാറി, അങ്ങനെ ഒരിക്കലും പെരുമാറരുതായിരുന്നു, അത് വളരെ മോശമായി പോയി, പിണക്കത്തിലായിരിക്കും അമ്മ എന്നോട് എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുക ശീതൾ. അപ്പൊ ശീതളിനെ സുമിത്ര കണ്ടു. അപ്പൊ നീ എന്താ മോളെ അവിടെ നിൽക്കുന്നേ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് സുമിത്ര വിളിക്കുന്നു. അപ്പൊ സുമിത്രയുടെ ഈ സ്നേഹവും അപ്പൊ അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശീതൾ ഞെട്ടിപ്പോയി. അപ്പൊ ശീതൾ വന്നിട്ട് ചോദിക്കുകയാണ് അമ്മയ്ക്ക് എന്നോട് ദേഷ്യം ഉണ്ടോന്ന്. എന്തിന്? അല്ല, അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്, അമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പൊന്നുമോള് കരയരുത്, എന്റെ മോളെ അമ്മയ്ക്ക് മനസ്സിലാകുമെന്ന് പറയാണ് സുമിത്ര. അങ്ങനെ സുമിത്ര അടുത്ത് വിളിച്ച് നിർത്തി സമാധാനിപ്പിക്കാം. സച്ചിനോടുള്ള ആ ഒരു സമീപനം എങ്ങനെ വേണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ, അതുപോലെ തന്നെ നീ നിന്നില്ലേ, പിന്നെന്താ മോളെ, അമ്മ പറയുന്നത് പോലെ നിങ്ങളെ അകറ്റാനൊന്നും അല്ല അമ്മ നോക്കുന്നത്, നിങ്ങളെ കൂട്ടിച്ചേർക്കാൻ തന്നെയാ ഈ അമ്മയുടെ ശ്രമം, അതെന്റെ മോള് മനസ്സിലാക്കണം. പക്ഷേ സച്ചിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അതിനൊരിക്കലും പറ്റില്ല മോളെ, അതുകൊണ്ടാ കാത്തിരിക്കാൻ അമ്മ നിന്നോട് പറഞ്ഞത്. അപ്പോ അമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നുണ്ടമ്മയെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് തണുക്കട്ടെ, അതിനുശേഷം കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നീക്കിക്കോളാം, നീ അതൊക്കെ വിട്ടുകള മോളെ, സന്തോഷമായിട്ടിരിക്കാൻ പറഞ്ഞു. അനുചേട്ടനും അനുചേച്ചിയും മോളും ഇന്നിങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടി പ്രത്യേകം ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ പറയുവാണ്. കൊച്ചുമോളെ കാണാൻ കൊതിയായി എനിക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.